സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ തോണ്ടേ ഇവിടെ എനിക്ക് ജലദോഷമാണ്. പക്ഷേ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ജോയ്സ്റ്റിക്കിലാണ് കളിക്കുന്നത്. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ഒരു കോബിസ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി. പിന്നെ അത്രയ്ക്കൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പോയിട്ട് നമ്മുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്ങിൽ ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുതന്നെ നമ്മളെ പാത്താണ്. അതുകൊണ്ട് എൻ്റെ ശവല ഒടിയാറായി. 2 ബോ ഉണ്ടാക്കി കഴിച്ചാൽ ചുമ്മാ എന്നാത്തിനോ. പിന്നെ ഞാൻ മുകളിൽ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. വെളിയിൽ നിന്ന് ഞാൻ കാണിച്ചാൽ 25,000 ഉണ്ട്. പിന്നെ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കാൻ നമുക്ക് ഒബ്സിഡിയൻ വേണം. അതിന് ഡയമണ്ട് പിക്കാക്സ് വേണം. അപ്പോഴാണ് നമുക്ക് ഒരു നെതർ പോർട്ടൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ. നമ്മുടെ വേറെ ടൈപ്പില്ലേ, ഇങ്ങനെ അങ്ങനെ നമുക്കുണ്ടാക്കാം. എങ്ങനെ നമ്മുടെ ലാവ ഒഴിച്ച് അങ്ങനെ അതിനെ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ചെയ്യാൻ കഴിയും. ഞാൻ പിന്നെ നമ്മുടെ മൈനിങ് ഏരിയയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇവിടെ വെള്ളം കുറച്ച് തിക്കായതുപോലെ എനിക്ക് ചെറിയൊരു ഫീലിംഗ്. വൈബ്രൻ്റ് വിഷ്വൽസ് ആക്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ലോഡാൻ നേരെ എടുക്കും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ലോഡാവട്ടെ. വൈബ്രൻ്റ് വിഷ്വൽസ് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോയാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ഈ മൈനിങ് ഏരിയയിൽ ഇവിടെയാണ് ഞാൻ ജസ്റ്റ് വെച്ചത്. അതുകൊണ്ട് അപ്പം എൻ്റെ നിറയെ ലൂട്ട് ഉണ്ട്. ഇപ്പം തന്നെ 9 അയണൊക്കെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് 9 അയൺ ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കിട്ടിയതാണ്. 5 ടോർച്ചൊക്കെ ഇതൊക്കെ എനിക്ക് ഇവിടെ ആവശ്യമുള്ള. അതുകൊണ്ട് ഇവിടെ ഞാൻ സ്ട്രിങ്ങൊക്കെ ഇച്ചിരി പൊട്ടിച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പോയി ആ മോസ്മോൺ നമ്മൾ ലൈറ്റ് ചെയ്യട്ടെ. വേണ്ട, നമുക്ക് ബേസിക്കോ തൽക്കാലത്തിന് ഈ ബോയ് ഉള്ളതുകൊണ്ടേ കുറച്ചും കൂടി എനിക്ക് ഇതുണ്ട്, പേടില്ല. കുറച്ചും കൂടി നമുക്ക് പവറാന്ന് പറയാം. കുറച്ചും കൂടി പവറാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കിനി ഗോൾഡിനായാലും സ്കെൽട്ടനായാലും പേടിക്കണ്ട. ഇനി നമുക്ക് ഗോൾഡിനായാലും സ്കെൽട്ടനായാലും പേടിക്കണ്ട. ഞാൻ 41 ദിവസം സർവൈവ് ചെയ്തു. ഞാൻ പോലും അറിയാതെ. ഈ സീസണിൽ നമ്മൾ 1000 ദിവസം സർവൈവ് ചെയ്തേ വീഴത്തുള്ളൂ. അതുവരെ ഞാൻ ഈ സീരീസിൽ മരിച്ചില്ലെങ്കിലും ഞാൻ സീരീസ് കണ്ടിന്യൂ ചെയ്യും. കഴിഞ്ഞ സീസണിൽ എന്തായാലും കണ്ടതെന്ന് വെച്ചാൽ ഫയൽ അടിച്ച് പോയാണ് മൈക്രോഫോൺ. ഉണ്ടാവും പിന്നെ എന്നാ സങ്കടമെന്ന് പറയാം. എനിക്ക് പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നല്ലോ വിചാരിച്ചു. പക്ഷേ പിന്നെയാണ് നമുക്ക് ഒരു ലെറ്റ്സ് പ്ലേയും കൂടി തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ കോപ്പിയൊന്നും എടുത്ത് വെക്കത്തില്ലെന്ന്. ഇപ്പം ഞാൻ മരിച്ചാലോ എന്ന് പറഞ്ഞ് കുറച്ച് കെയർഫുള്ളുണ്ട്. ഞാൻ കോപ്പിയൊക്കെ എടുത്ത് വെക്കും ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ. രാവിലെ തന്നെ ഞാൻ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ തുറക്കട്ടെ. നമുക്ക് വീട് പണിയുടെ റീസോഴ്സസ് എടുത്തേക്കാം. അതുകൊണ്ട് ഈ ബെഡ് ഇതിൻ്റെയൊക്കെ അവിടെ പോയിട്ട് നമ്മുടെ ഇന്നത്തെ വീട് പണിക്ക് വേണ്ടത് ഇതിനൊന്നും വേണ്ട. നമ്മളിന്ന് വീട് പണിക്ക് നമുക്ക് ഓക്ക് സ്റ്റേഴ്സ് മതി. പിന്നെ ഇത്തിരി ഓക്ക് വുഡ് ഞാൻ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗോൾഡൻ ആപ്പിളും കുറച്ച് റെഡ് സ്റ്റോണും കിട്ടിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് കുറച്ച് അടിച്ചു പോയി, സോറി. എനിക്ക് പിന്നെ കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതെടുത്തിട്ട് ഞാൻ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി. അതൊക്കെ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് ഇതെടുത്തിട്ട് ഇവിടെ വെച്ച് ഇതിവിടെ വെക്കണം. എന്നിട്ട് ഇതാക്കണം. പിന്നെ കുറച്ച് ഓക്ക് എന്തെങ്കിലും അതുണ്ടാവുമോ, കുറച്ച് സ്റ്റിക്ക് ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പം അത് വെച്ച് ഞാൻ ഇച്ചിരി അതുണ്ടാക്കാം. ലാഡർ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും ഗൈസ്?
അത് ഇവിടെ തന്നെയല്ലേ കാണിക്കുന്നേ? എനിക്കറിയാം ഗൈസ്, ഇവിടെ എവിടെയോ കാണിക്കുന്നേ. ഇവിടെ എവിടെയും കാണിക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റിക്ക് മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മിസ്റ്റർ ബീസ്റ്റാ. അതുകൊണ്ട് ഇച്ചിരി ഉണ്ടാക്കാം. എത്രണ്ണം ഉണ്ടാക്കാം? നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് താഴെ പോയി നോക്കാം. 3 എണ്ണം. ഒരിക്കലും ഇല്ല ബ്രോ. എൻ്റെ മൈനിങ് ഏരിയ ഞാൻ കണ്ടായിരുന്നല്ലോ. അറിയില്ല, ഒരു സ്റ്റിക്കും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. അപ്പം ആദ്യം നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ചുമ്മാ ഇവിടെ വെച്ച് പില്ലർ ചെയ്യാം. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പില്ലർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ റൂഫ് പണി തുടങ്ങിയേക്കാം. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് ബിൽഡിംഗ് അവർ ഹൗസാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം ഒരു 50K ആണ്. ഹോപ്പ്ഫുള്ളി എല്ലാവരും അടിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസം പിന്നെ വീഡിയോ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഗസ് എല്ലാവരും എല്ലാ വീഡിയോയും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ വീഡിയോ കാണുകയും ചെയ്യണം. ഇപ്പം നമ്മൾ കൊണ്ട് ഇവിടെ വെക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കിപ്പോഴാണ് ഐഡിയ കിട്ടിയത്. അയ്യോ, എപ്പോഴൊരു വീടുണ്ടാക്കുന്നത് നല്ല പാടാണ്. അതുകൊണ്ട് ഇങ്ങനെ വലിയ വീട്, പ്രത്യേകിച്ച് വലിയ വീട് ഉണ്ടാക്കുമ്പോൾ നല്ല പാടാണ്. നമ്മളെന്നാ ചെയ്യാനല്ലേ, ഇത് എപ്പോഴും ഒരു പണിയാണ്. എനിക്ക് വീട് പണി അത്രയ്ക്ക് വലിയ ഉണ്ടാക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. വലിയ വീടൊന്നും എനിക്ക് ഉണ്ടാക്കുന്നത് ഒട്ടും അറിയത്തില്ല. അപ്പം നമുക്ക് തോണ്ട ഇവിടെ തലകുത്തിയല്ലേ വെക്കണ്ടേ? അല്ലല്ല ഗൈസ്, ഞാൻ ഒരു ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നേരെ വെക്കണം. നേരെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു താത്തി. ഇനി ഇങ്ങനെ വെക്കണം. ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചെറിയൊരു ട്യൂട്ടോറിയലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കൊന്നും വുഡൊന്നും വേണ്ട ഈ റൂഫിൽ. നമ്മളതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഗൈസ്, തന്നെ ഞാൻ ഉദ്ദേശിച്ച റൂഫ്. പക്ഷെ ഇതിപ്പോൾ അവിടെ കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇല്ല ചാൻസ് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പൊക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു റൂഫ് ഒരു ഫ്ലോർ. ഞാൻ ആറ്റിയാക്ക് എന്ന് പറഞ്ഞ ഒരു ബിൽഡാണിത്. ഇത് ആറ്റിയാക്കാണ്. ഇത് മാനിയാക്ക് ഗെയിമേഴ്സ് എന്നല്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. മാനിയാക്ക് ഗെയിമേഴ്സ് എന്നാണ്. പക്ഷേ ബണ്ണി ടെക്കീസ് എന്നൊരു യൂട്യൂബറിനെ ആർക്കൊക്കെ അറിയാം അവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. അറിയുന്നവർ ഓക്കെ അറിയാമെന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ല, വേറെ ഒന്നും കമൻറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ആ യൂട്യൂബറിനെ പോലെ ഉണ്ടാക്കി നോക്കി, നമ്മൾ പറ്റിയില്ല. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. റൂഫ് ഉണ്ടാക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ എവിടെ വരെ വെച്ചു? ഇനി ഇവിടത്തെ സ്റ്റാർട്ടിങ് അല്ല, ഇച്ചിരി ഫിനിഷ് പകുതി എത്തിയ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി വെക്കണം. വുഡ് ഇത് ഓക്സ്റ്റേഴ്സ് ചിലപ്പോൾ തികത്തില്ല ഗൈസ്. കാരണം നമ്മൾ വലിയ വീടുമല്ല ഉണ്ടാക്കിയത്, കുഞ്ഞു വീടുമല്ല ഉണ്ടാക്കിയത്. വീട് പണിക്ക് നല്ല പ്ലാൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എപ്പോഴും. നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ആരൊക്കെ മൈൻക്രാഫ്റ്റ് ബിഗിനേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടോ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഞാനായിരിക്കും കമൻറ്റ് ചെയ്യേണ്ടത്. എനിക്ക് മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അറിയത്തില്ല. ഇവിടെ എന്നാത്തിനും എങ്ങനെ ഇരിക്കുന്നത്? ഇനി നമുക്ക് മുകളിൽ പോകണം. അല്ല, മൈൻ ചെയ്യണം ഇത്. എന്നിട്ട് അതുകൊണ്ട് ഇത് അയ്യോ അതുകൊണ്ട് ഇത് മൈൻ ചെയ്തിട്ട് ഇത് എന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പില്ലർ ചെയ്യണം. ഇനി ഇതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി ഇനി ഇവിടെ സ്റ്റോൺ ബ്രിക്ക് വെക്കാം. എൻ്റെ പൊന്നു ഗായ്സ്, സ്റ്റോൺ ബ്രിക്ക് ഒട്ടും തികത്തില്ല ഗായ്സ്. സമ്മതിക്കണം,
കോബിൾ സ്റ്റോൺ വെച്ചുണ്ടാക്കിയാൽ പോരായിരുന്നു ഗൈസ്. ഇതിനി ഞാൻ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇത്തിരി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് പിന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഞാൻ വിചാരിച്ച സ്റ്റോൺ ബ്രിക്സ് കൂടുതലുണ്ടാവും, അത് കുറവായിരിക്കുന്നു. തൽക്കാലം ഇതുകൊണ്ട് ഞാൻ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ വെച്ചതുകൊണ്ടേ ഇപ്പോൾ വീഡിയോ കാണാൻ പൊളിയായി. ഇതെന്തായാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് പോയി ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്യുന്ന ഇടയ്ക്ക് വല്ല സ്കെൽട്ടൺ വെടിച്ച് കഴിയിടും. ആ സമയത്ത് അവിടെ വല്ല ക്രീപ്പറും വരും. ആ ക്രീപ്പർ ഒന്ന് തന്നെ കൊല്ലും. അതെനിക്ക് വേണ്ട. ഇപ്പോഴാണ് നമ്മളെ വീട് ഫൈനൽ ടച്ചും കൂടി കൊടുക്കണം. അത് അടുത്ത എപ്പിസോഡിലായിരിക്കും. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ വേൾഡ് മര്യാദയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. ഞാൻ തോന്നുന്നു ഇത്രയും ദിവസം സർവൈവ് ചെയ്തെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണാവോ ഞാൻ തന്നെയാണോ ഇങ്ങനെ സർവൈവ് ചെയ്തതെന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തന്നെ ഞാൻ ഇത്രയും സർവൈവ് ചെയ്തെന്ന് എനിക്കൊരു മനസ്സിലൊരു പ്രൗഡുണ്ട്. നമുക്ക് ആറ്റിയാക്കിയൊക്കെ പോകണം. ഇപ്പോൾ ആറ്റിയാക്കി ഞാൻ ഒന്നും ബിൽഡ് ചെയ്യുന്നില്ല, അത് അടുത്ത എപ്പിസോഡ് ബിൽഡ് ചെയ്യാം. അവിടെ ആയിരിക്കും നമ്മുടെ ചെറിയ സ്മിത്തിങ് ടേബിളൊക്കെ വെക്കുന്നത്. അവിടെ വെച്ചാലേ കാണാൻ കൊള്ളത്തുള്ളൂ എന്ന് തോന്നുന്നു. മിക്ക യൂട്യൂബേഴ്സും അങ്ങനെ ആറ്റിയാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെയാണ് എക്സ്ട്രാ ഐറ്റംസൊക്കെ വെക്കുന്നത്. ഞാനും അങ്ങനെ വെക്കുന്നത്. പണ്ടത്തെ എൻ്റെ ഒരു പെട്ടി വീടില്ലേ, അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് ആർക്കും ഇഷ്ടപ്പെടത്തില്ലെന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തല്ലേ. അതും ആ കുട്ടി പൊട്ട വീടിന് വേണ്ടി ഞാൻ എത്ര സമയം എടുത്തു നിങ്ങൾ തന്നെ ഗസ് ചെയ്യും. ആ വീഡിയോ ആരെങ്കിലും ഇപ്പം നോക്കിയിട്ട് ഈ വീഡിയോ നോക്കുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഞാൻ വ്യൂവേഴ്സൊക്കെ എത്രയും നോക്കും, അല്ലാതെ ഞാൻ വേറെ അങ്ങനെ ഒന്നും നോക്കാറില്ല. കാരണം എനിക്ക് വ്യൂവേഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എപ്പോഴും. അതാണല്ലോ, സബ്സ്ക്രൈബേഴ്സ് കിട്ടി. പിന്നെ നിങ്ങൾ വീഡിയോ ഇന്നലെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഏകദേശം ഇച്ചിരി കൂടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ്. ശരിയാണ്, നിങ്ങൾ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും സബ്സ്ക്രൈബർ കൂടും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒരു മിത്ത് പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ഒരു സ്നോ കുളത്തിനെ അക്കേഷ്യ ബയോമിൽ സ്പോൺ ചെയ്താൽ, സവാന ബയോമിൽ സ്പോൺ ചെയ്താൽ അത് ഡൈ ആയി പോകും. പക്ഷെ പ്ലെയിൻസിൽ സ്പോൺ ചെയ്താൽ ഒന്നത്ര ഫുള്ള് നെതറൈറ്റ് ആർമർ ഇട്ടുകൊണ്ട് ഒരു ചാർജ് ക്രീപ്പറിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾ മരിക്കും. കാരണം അതൊരു മോസ്റ്റ് പവർഫുൾ ക്രീപ്പറാണ്. ആണില്ലേ? അല്ലേ? പിന്നെ നിങ്ങൾ ഒരു മിത്തും കൂടി പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടും ഗൈസ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങിയില്ല ഗൈസ്. എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എനിക്ക് നാളെ കഴിയും. അപ്പോൾ നാളെ പിന്നെ നിങ്ങൾ നമുക്ക് ഈ വീട് പണി പെട്ടെന്ന് തന്നെ കഴിയണം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് ഫിനിഷ് ചെയ്യണം. മിക്കവാറും സ്റ്റോൺ ബ്രിക്ക് കുറച്ച് സ്ലാബ് വേണ്ടി വരും ഇവിടെ ഫില്ല് ചെയ്യാൻ. അല്ലാതെ ഇനി ഇതാവശ്യം വരത്തില്ല. ഇനി അതിൻ്റെ നടുക്കിൽ വെച്ചാൽ കാണാൻ കൊള്ളത്തില്ല. നമ്മൾ സ്ലാബ് തന്നെ ആക്കണം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം ഗൈസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട്. അയ്യോ, ഞാൻ മൈൻക്രാഫ്റ്റിൽ ബിൽഡിങ് പ്രോയാണെന്ന് വിചാരിച്ചത്. ഒരു കുഞ്ഞൊരു ബേസ് എനിക്കറിയാം. പണ്ട് ഞാൻ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു കേവൊക്കെ കുഴിച്ചിട്ട് അതിൻ്റെ അകത്തൊരു ബേസൊക്കെ വെച്ചിട്ട് ആ വേൾഡിലാണ് ഞാൻ മൈൻക്രാഫ്റ്റിൽ പുതിയൊരു സ്ട്രക്ചർ ഡിസ്കവർ ചെയ്തത്. ജിയോടെ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ ജിയോഡില്ലേ, അത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആ വേൾഡിലാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ ഞാൻ ആ വേൾഡിലാണ്. അതുവരെ എനിക്ക് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതേടാ നിങ്ങൾക്ക്, എനിക്ക് അതുപോലും അറിയത്തില്ല. ഞാൻ പണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കുമായിരുന്നു, എനിക്ക് ഒന്നും അറിയത്തില്ല.
ഒരു വുഡൻ ഷോഡ് പോയിട്ട് ഒരു ബെഡ് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇപ്പോഴാണ് ഞാൻ പ്രോ പ്ലെയറൊക്കെ ആയി കുറച്ച് അയൺ ആർമറൊക്കെ ഉണ്ടാക്കാൻ പഠിച്ച് പലതും എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ അറിയാം മൈൻക്രാഫ്റ്റിൽ. കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് പ്രോ പ്ലെയറാണ്. എനിക്ക് നമുക്കിപ്പോൾ തന്നെ ഇത് പൊട്ടിച്ച് മാറ്റിയേക്കാം. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആറ്റയ്ക്ക് കയറുമ്പോഴോ അത് കയറാൻ ചിലപ്പോൾ പറ്റത്തില്ല. ആറ്റയ്ക്ക് സ്ഥലമില്ല ഗൈസ്, സ്ഥലമില്ല. സ്മിത്തിങ് ടേബിൾ വെക്കാൻ വേണമെങ്കിൽ എന്തായാലും തികഞ്ഞ് ഗൈസ്. നമുക്ക് താഴെ പോയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഗൈസ്. എൻ്റെ പൊന്നു മോനെ, സെറ്റ് വീട് മോനെ, സമ്മതിക്കണം. അയ്യോ, എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തുണ്ടാക്കിയ വീടാണ്. എല്ലാം ഇവിടെ ഇരിക്കുക, എല്ലാം ഇവിടെ കയറി. എൻ്റെ ഫുഡ് മാത്രം കഴിക്കുക. അയ്യോ, ഫുഡ് കഴിക്കി. ഇത്ര ഞാൻ ബിൽഡ് ചെയ്താൽ കുറച്ച് കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എനർജി ആവാം. അതുകൊണ്ട് ഇതിവിടെ വെക്കട്ടെ. ഇതിവിടെ ഇരി ഗൈസ്. ഇന്നത്തെ വീഡിയോ 16 മിനിറ്റായി. അപ്പോൾ നമുക്ക് 17 മിനിറ്റായിട്ട് വൈൻഡപ്പ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് ആറ്റിയാക്കിക്ക് പോകാനുള്ള ലേഡർ ഉണ്ടാക്കട്ടെ. ലേഡർ വാ. എൻ്റെ പൊന്ന് ഗൈസ്, സമ്മതിക്കണം. ഇതെൻ്റെ വീടാണോ? അതുപോലെ അംബാനിയുടെ വീട് പോലെ ഉണ്ട് ഗൈസ്. മോളിൽ കുറച്ച് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നുണ്ട്, അത് സീനില്ല. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കി നോക്കാം. അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ ഇത് ഒരു അങ്ങനെയല്ല, ഒരു താനേ വന്നതാണ്. ഞാൻ 3 വെച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. നമുക്കിനി ഫൈനൽ ടച്ചല്ലേ, അതിന് മുമ്പ് നാളത്തെ ഞാൻ തോണ്ടേ ഇന്നത്തെ എപ്പിസോഡ് വീട് പണി കഴിഞ്ഞ് ഗൈസ്, ഫൈനൽ. അങ്ങനെ 43-ാം ദിവസത്തിൽ ഞാൻ ഫുള്ള് വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 സ്ക്രീൻഷോട്ട് എടുത്തേക്കാം ഗൈസ്. എനിക്കെൻ്റെ പ്രൗഡല്ലേ, അതുകൊണ്ട് എനിക്ക് എത്ര ദിവസത്തിലാണ് സർവൈവ് ചെയ്ത് നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ മാത്രം പൊട്ടിക്കണം ഇവിടത്തെ. എന്നിട്ട് നമ്മൾ തോണ്ടേ ഇവിടെ ലാഡർ വെക്കാം. ഇവിടെ തൊട്ട് സ്റ്റിൽ ഇത് തുറക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടേ ഇപ്പോൾ കണ്ടോ, ആറ്റിയാക്കിക്കും പോവാം നമുക്ക്. പക്ഷെ ആറ്റിയാക്കി നിൽക്കാൻ സ്ഥലമില്ല, അതാ പ്രശ്നം. ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഇവിടെ വെച്ചാൽ ആക്സസ് ചെയ്യാൻ പറ്റും. ആക്സസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ ബ്ലോക്ക് പൊട്ടിച്ചാൽ എടുക്കാൻ പറ്റത്തില്ല. അത് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. തൽക്കാലത്തിന് നമുക്ക് കൊണ്ട് ഇതൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം. എന്നിട്ട് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെളിയെടുക്കട്ടെ. ഡിസൈൻ ക്രാഫ്റ്റിംഗ് ടേബിൾ വന്നു. ഇനി നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റണം ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, സമ്മതിക്കണം. എന്നാലും എൻ്റെ വീടില്ലേ, അത് ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് പ്രൗഡാണ്. ഞാൻ 2 പിക്കാക്സ് തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കി, പിക്കാക്സ് ആക്സും. അതുകൊണ്ട് ഇനി എനിക്ക് ഒടിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഫുൾ അയൺ ആർമറായി ഞാൻ. അതിന് വരെ എനിക്ക് നല്ല പ്രൗഡാണ്. കാരണം ഞാൻ മൈൻക്രാഫ്റ്റ് ഇതൊരു അയൺ ആർമർ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നത്തെ സീസണിലാണ് ഞാൻ ആദ്യമായിട്ടൊരു അയൺ ആർമർ ഉണ്ടെന്ന് പഠിക്കുന്നത്. അയൺ ആർമർ ഉണ്ടെന്ന് എനിക്കറിയാം ഗൈസ്, ഉണ്ടാക്കിയത് ഈ സീസണിലാണ്. പിന്നെ ഡയമണ്ട് ആർമർ ഞാൻ ഈ സീരീസിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാക്സിമം ട്രൈ ചെയ്യും ഗൈസ്. ഇത് ഇവിടെ ഇരിക്കി. ഇനി ഞാൻ ഒരു സ്ഥലത്ത് മാത്രം ചുമ്മാ ഒരു സ്ഥലം വിട്ടില്ലു. അത് ഏകദേശം ഇവിടെ നിന്ന് കയറണ്ട. ഒരു ട്രാപ്പ് ഡോർ ഇല്ല, ഇവിടെ നിന്ന് കയറണോ? വേണ്ട, ഈ സ്റ്റോൺ കട്ടറിൻ്റെ ഇവിടെ നിന്ന് കയറിയാലോ? സ്റ്റോൺ കട്ടറിൻ്റെ ഇവിടെ നിന്ന് കയറി നോക്കാം. ഇവിടെ നിന്ന് കയറിയാലോ? ഇവിടെ നിന്ന് കയറിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റണം ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡിങ് നെതർ റിപ്പോർട്ടിൽ ഉണ്ടാക്കിക്കോളാം ഗൈസ്. ഡോണ്ട് വറി ഗൈസ്, ഞാൻ ഉണ്ടാക്കിക്കോളാം. അതുകൊണ്ട് ഈ സൈഡിൽ എന്തായാലും പറ്റത്തില്ല, ഇവിടെ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ വരാത്ത എവിടെയെങ്കിലും പറ്റുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോയിലേക്ക് എത്ര ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും കാണാം. പീസ് ഔട്ട്, ഗുഡ് ബൈ.